ബെർലിനിലെ ബോർഡ് മ്യൂസിയവും ബ്രാൻഡൻബർഗ് ഗേറ്റും പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ വാർസോയിലെ റോയൽ കാസിലും ഈവഡൽ ചോക്ലേറ്റ്സും റോയൽ ഗാർഡനും ക്രാക്കോയിലെ ഓൾഡ് ടൗൺ സ്ക്വയറും വേവൽ റോയൽ പാലസും സാക്കോപാനയിലെ ട്രെക്കിങ്ങും കേബിൾ കാറും എല്ലാം കാണാം ഈ വീഡിയോയിലൂടെ. മഷീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ 2 വീക്ക് യൂറോപ്പ് ട്രിപ്പിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ 22 മേയിൽ ബഹ്റൈനിൽ നിന്നും ഖത്തർ എയർവേസിൽ ബെർലിനിലേക്കാണ് പോയത്. ഖത്തറിലെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 3.5 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ലോകത്തിലെ ടോപ്പ് 10 എയർപോർട്ടുകളിൽ ഒന്നാണ് ദോഹയിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതൊരു ലക്ഷറി എയർപോർട്ടാണ്. 13 ഏപ്രിൽ 2014 പുതിയ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോഴിവിടെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുകയാണ്. അതിമനോഹരവും ഒരുപാട് അതിശയിപ്പിക്കുന്ന കാഴ്ചകളും ഉണ്ടിവിടെ. ഞങ്ങൾ ആദ്യം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്കാണ് കയറിയത്. ഷോപ്പിങ്ങിൻ്റെ ഒരു മായാ ലോകം തന്നെയാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ. ഖത്തർ ടാക്സ് ഫ്രീ കൺട്രി ആയതുകൊണ്ട് പാരഡൈസ് ഓഫ് ഷോപ്പേഴ്സ് എന്നാണ് ഖത്തറിനെ അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക് ഐറ്റംസ്, സിഗരറ്റ്സ്, കോസ്മെറ്റിക് ഐറ്റംസ്, പെർഫ്യൂംസ്, ചോക്ലേറ്റ്സ് ഇവയൊക്കെയാണ് ഇവിടെ നിന്നും ആൾക്കാർ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. അത്യാവശ്യം ഓഫറിൽ നമുക്ക് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും ഷോപ്പ് ചെയ്യാൻ പറ്റും. ഫാഷൻ ലവേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് ഷോപ്പുകളും ഇവിടെ ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഖത്തറിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് ഗോൾഡിനും വിലക്കുറവാണ്. ഇത് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു റീസണാണ്. ഇതാണ് ഇവിടുത്തെ ജുവലറി സെക്ഷൻ. പല ഡിസൈനിലും മോഡലിലുമുള്ള ആഭരണങ്ങൾ ഇവിടെ ഉണ്ട്. ലക്കി ഡ്രോ വിന്നറിനുള്ള പ്രൈസാണ് ഈ കാറുകൾ. അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നും കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് ലോഞ്ചിലേക്ക് പോയി. ഇന്നലെ വെളുപ്പിനെ 4:30 ടേക്ക് ഓഫ് ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ഹസ്ബൻഡ് സ്ലീപ്പിംഗ് റൂമുള്ള ലോഞ്ച് സെർച്ച് ചെയ്തിട്ട് അൽ മഹ ലോഞ്ചിലേക്കാണ് ഞങ്ങൾ പോയത്. ലോഞ്ചിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ഹസ്ബൻഡ് നേരെ സ്ലീപ്പിംഗ് റൂമിൽ കയറി ഉറങ്ങാൻ കിടന്നു. ഞാനൊരു ആപ്പിൾ ജ്യൂസും എടുത്തിട്ട് ഇവിടെ കുറച്ച് സമയം ഇരുന്നു. അൽമഹ ലോഞ്ചിലും ഒരുപാട് വെറൈറ്റി ഡിഷുകളുണ്ട്. പക്ഷേ പേൾ ലോഞ്ചിൽ നിന്നും ചൂട് പിസായും മുമ്മലിയും കഴിച്ചതുകൊണ്ട് എനിക്ക് വിശപ്പൊന്നും തോന്നിയില്ല. ബഹ്റൈനിലെ പേൾ ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പേൾ ലോഞ്ചിൻ്റെ അത്രയും സൗകര്യമൊന്നും അൽമഹ ലോഞ്ചിൽ കാണാൻ കഴിഞ്ഞില്ല. പേൾ ലോഞ്ച് തന്നെയാണ് നല്ലതായിട്ട് തോന്നിയത്. ഇനിയും 3 മണിക്കൂറുണ്ട്. ഞാൻ ബോർഡിംഗ് പാസും എടുത്തിട്ട് പുറത്തോട്ടിറങ്ങി. എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയാണ്. ഇവിടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി 21 അടി ഉയരമുള്ള യെല്ലോ കളറിലുള്ള ഒരു ടെഡി ബിയർ വെച്ചിട്ടുണ്ട്. ഈ എയർപോർട്ടിലെ ഒരു ഐക്കോണിക് പീസാണിത്. ഡിപ്പാർച്ചർ സെക്ഷനിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. $7 മില്യൺ വില വരുന്ന ലാംബ് ബിയർ എന്നറിയപ്പെടുന്ന ഹ്യൂജ് ടെഡി ബിയറാണിത്. ആൾക്കാരൊക്കെ അതിനടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാൻ തിരക്ക് കൂട്ടുന്നുണ്ട്. ഞാനും അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അടുത്ത് നിന്ന് ഒരു ലേഡിയോട് ഒരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞതാണിത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അറൈവൽ സെക്ഷനിൽ കണ്ട ഇൻറ്റീരിയർ ഡിസൈൻസ് കാണിക്കാം.
ഈ എയർപോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഈ ഗ്രാൻഡ് ഗാർഡൻ ഡിസൈൻസ്. 64,000 സ്ക്വയർ ഫീറ്റിലുള്ള ഓർക്കാഡ് എന്നറിയപ്പെടുന്ന ട്രോപ്പിക്കൽ ഗാർഡനാണിത്. ഇവിടെ 25,000-ലധികം ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഇതൊരു എയർപോർട്ട് തന്നെയാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. ഒരു ഗാർഡനിൽ നിൽക്കുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും അൽമഹ ലോഞ്ചിൽ തന്നെയാണ് കയറിയത്. അവിടെ വെച്ചുണ്ടായ രസകരമായ ഒരു കാര്യം പറയാം. ഞാൻ ലോഞ്ചിൽ നിന്നും ഒരു മാംഗോ പുഡിങ്ങും എടുത്ത് കഴിച്ചുകൊണ്ടൊരു കോർണറിൽ ഇരിക്കുകയായിരുന്നു. ഹസ്ബൻഡ് ഒരു കോഫി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. അപ്പോൾ ഒരു ജർമ്മൻ ലേഡി ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ ടോപ്പ് ഉയർത്തി എന്തോ പറഞ്ഞു. എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ വാട്ട് എന്ന് ചോദിച്ച്. അവർ വീണ്ടും ടോപ്പ് ഉയർത്തിയിട്ട് യുവർ ഡ്രസ് ഈസ് ബ്യൂട്ടിഫുൾ, ഐ ലൈക്ക് ഇറ്റ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് അവരും ചിരിച്ചുകൊണ്ട് നടന്നുപോയി. അപ്പോഴേക്കും ഹസ്ബൻഡ് ഓടി വന്നിട്ട് കാര്യം തിരക്കി. ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പറയുകയാ, ഞാൻ കരുതി നീ വല്ല പൊട്ടത്തരവും കാണിച്ചിട്ടുണ്ടാവുമെന്ന്. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം 1 മണിക്കൂർ മുമ്പേ ഹസ്ബൻഡ് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഡ്രസ്സ് കൊള്ളില്ലെന്ന്. പിന്നെ ഒരു നോർമൽ അംബ്രല്ലയുടെ കോട്ടൺ ചുരിദാറാണ് ഞാൻ ഇട്ടിരുന്നത്. അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ലോഞ്ചിൽ നിന്നും ഓരോ കോഫി കൂടി കുടിച്ചിട്ട് നേരെ ഗേറ്റിനടുത്തേക്ക് പോയി. ഇനി ഖത്തർ എയർവേസ് ഫ്ലൈറ്റിനകത്തെ കുറച്ച് കാഴ്ചകൾ കാണിക്കാം. ഞാൻ ഒരുപാട് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും ഖത്തർ എയർവേസിൻ്റെ ഹോസ്പിറ്റാലിറ്റി പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ സർവീസാണ് അവരുടേത്. 6 മണിക്കൂർ പോയതറിഞ്ഞില്ല. വേൾഡ്സ് ബെസ്റ്റ് എക്കണോമി ക്ലാസ് ആണ് ഖത്തർ എയർവേസിലേത് എന്നാണ് പറയപ്പെടുന്നത്. ഫ്ലൈറ്റിൽ എനിക്ക് കിട്ടിയ സീറ്റ് ഞാൻ കാണിക്കാം. എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ വേറെ സീറ്റില്ല. നല്ല ലെഗ് സ്പേസ് ഉണ്ട്. കണ്ടില്ലേ? എൻ്റെ ഓപ്പോസിറ്റ് ഒരു ക്യാബിൻ ക്രൂ ഇരിക്കുന്നത് കണ്ടിട്ടൊരു സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു. മറ്റുള്ള ക്യാബിൻ ക്രൂസ് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫ്ലൈറ്റിൽ കയറിയാൽ ഫസ്റ്റ് അവർ നമുക്ക് പില്ലോ, ഹെഡ്സെറ്റ്, ട്രാവൽ കിറ്റ്, ബ്ലാങ്കറ്റ് എല്ലാം തരും. അത് കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് മീൽസ് തരും. അതിൽ നമുക്ക് ചോയ്സ് ഉണ്ട്. വെജിറ്റേറിയൻ വേണമെങ്കിൽ അങ്ങനെ, ചിക്കൻ, അതല്ല സീ ഫുഡ്സ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഓപ്ഷനുണ്ട്. മെയിൻ കോഴ്സ് മീൽസിൽ തന്നെ സൂപ്പ് ഉണ്ടാകും, അപ്പറ്റൈസേഴ്സ്, സാലഡ്സ്, കേക്ക് ഇതെല്ലാം ഉണ്ടാകും. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ടീ, കോഫി, ജ്യൂസ് ഇതൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. അതും തരും. പിന്നെ സ്നാക്സ്, അതായത് കാരമൽ പോപ്കോൺ, ചിപ്സ്, ബിസ്ക്കറ്റ് ഇവയൊക്കെ തരും. ഇതൊക്കെ കഴിച്ചിട്ട് ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള മൂവീസ് കണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇരിക്കാൻ പറ്റും. അങ്ങനെ 6 hours കഴിഞ്ഞപ്പോൾ ബെർലിനിലെ ബ്രാൻഡൻബർഗ് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അവിടുന്ന് നേരെ പോയത് ഹോളിഡേ ഇൻ ഹോട്ടലിലേക്കാണ്. അതൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്നിറങ്ങി ഒരു ടാക്സി എടുത്താണ് ഹോളിഡേ ഇന്നിലേക്ക് പോയത്. ഹോട്ടലിൽ വന്നിട്ട് കുറച്ച് സമയം കിടന്നുറങ്ങി. എന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ പുറത്തേട്ടിറങ്ങി. ഈവനിങ് 8 o'clock ആയിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അപ്പോഴാണ് ശരിക്കും ദിലീപ് ഒരു സിനിമയിൽ പറയുന്ന ഡയലോഗ് ഓർമ്മ വന്നത്. ഇവിടെ എന്താ സൂര്യൻ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നോ എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ അതിശയിച്ചു പോയി. 9 മണിക്കായിരുന്നു ബെർലിനിലെ സൺസെറ്റ് ടൈം. രാത്രി 9 മണിയായപ്പോൾ ഹോട്ടൽ റൂമിൽ നിന്നും എടുത്ത വീഡിയോ ആണിത്. പൊടിച്ചു വരുന്ന ചെടികൾക്കെല്ലാം യെല്ലോയിഷ് കളറാണ്. പിന്നെ ജർമ്മനിയിലെ ഒരു ഷോപ്പിൽ കയറി വെള്ളം വാങ്ങാമെന്ന് കരുതി. ഒരൊറ്റ അക്ഷരം പോലും ഒന്നിലും ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. ഒൺലി ജർമ്മൻ ലാംഗ്വേജ്. എന്ത് ചെയ്യും? ഹസ്ബൻഡ് 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി. റൂമിൽ വന്ന് അത് പൊട്ടിച്ചപ്പോൾ അത് സോഡ ആയിരുന്നു. ഇവിടെ പ്യുവർ വാട്ടർ കിട്ടാൻ പാടാണ്, വിലയും കൂടുതലാണ്. ബെർലിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണിത്. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുപോലെ തന്നെ
ഇവിടുള്ള എല്ലാ ഷോപ്പുകളിലും ഫ്രഷ് ഫ്ലവേഴ്സും ഇൻഡോർ പ്ലാന്റ്സും സീഡും ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ട്, പക്ഷേ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല. അതുപോലെ ഫുഡ് ഐറ്റംസിലെല്ലാം പോർക്ക് ആഡഡ് ആയതുകൊണ്ട് ഒന്നും വാങ്ങാതെ ഞങ്ങൾ റൂമിൽ തിരിച്ചു വന്നു. പിന്നെ സ്കോട്ട്ലൻഡിൽ എൻ്റെ മൂത്ത മകനുണ്ട്. അവനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് തന്നു. 20 മിനിറ്റിനകം തന്നെ റൂമിൽ അവർ ഫുഡ് എത്തിച്ചു. ബെർലിനിലെ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ ലോഞ്ചും ലിയനാർഡോ ഹോട്ടലും ക്രാക്കോ, സാക്കോപാനോ, വാർസോ, ബിഡ്കോഷ് എന്നിവിടത്തെ കാഴ്ചകളൊക്കെ സൂപ്പറാണ്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.